ഇന്നത്തെ വീഡിയോയിൽ ആസ് പ്രോമിസ് കോണ്ടൂർ, ബ്രോൺസർ ആൻഡ് ബ്ലഷ് ഞാൻ എങ്ങനെ ചെയ്യുന്നത് കാണിച്ചു തരാം. കോണ്ടൂർ എന്തിനാ ചെയ്യണേ? കോണ്ടൂർ ബേസിക്കലി നമുക്ക് ഷാഡോസ് ഉണ്ടാക്കാനാണ്. ഇപ്പോൾ ഇതൊരു ഫ്ലാറ്റ് ആയിട്ടല്ലേ ഫേസ് ഇരിക്കണേ. അപ്പോൾ നമുക്ക് ഈ ചീക്ക് ബോൺസ്, അതായത് ഷാർപ്പായിട്ടുള്ള ഫീച്ചേഴ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കോണ്ടൂർ. അപ്പോൾ ഈ ചീക്ക് ബോൺ, ഈ ജോ ബോൺ, നോസ്, പിന്നെ ഈ ഫോർഹെഡ്, ഇതൊക്കെ നമ്മളൊന്ന് ഔട്ടർ പെരിഫറീസ് ഓഫ് ദ ഫേസ് നമ്മൾ ഇത്തിരി ഒന്ന് ഷാഡോ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ സെൻറ്റർ ഓഫ് ദ ഫേസ് ബിക്കംസ് നാരോ ആയിട്ട് ഒരു എന്താ പറയുക, ഒരു ബ്രൈറ്റൻഡ് ഹൈലൈറ്റർ കൺസീലർ ഇട്ട് കഴിയുമ്പോൾ ഒരു ഫോക്കൽ പോയിന്റ് കണ്ണും മൂക്കും ചുണ്ടുമാണ്. ഈ ചെവിയുടെ മുകളിലായിട്ട് ഇത് നിൽക്കണം, താഴേക്ക് വരരുത്. ഇങ്ങനെ ഒരു വി ഷേപ്പ് കൊടുക്കും. പിന്നെ കണ്ണ് ഇവിടെ നിന്ന് ഇതാ ഈ ഐഷാഡോ ഇട്ടിരിക്കുന്നതുകൊണ്ട് സൂക്ഷിച്ച് ചെയ്യണം. ഈ കണ്ണിൻ്റെ ബ്രൗസിൻ്റെ അടിയിൽ നിന്ന് എടുത്തിട്ട് മൂക്കിൻ്റെ നടുക്കിലേക്ക് ഒരു വി, ഇതും ഒരു വി ആണ് ഞാൻ വരയ്ക്കാം. ചിലർ പാരലായിട്ട് വരയ്ക്കും. എനിക്കിവിടെ ഒരു മൂക്കിൻ്റെ ബോണിനൊരു ഇറഗുലർ ഷേപ്പുണ്ട്. എന്താ മലയാളത്തിൽ അതിന് പറയുന്നത് എനിക്കറിയില്ല. എന്നിട്ട് ഇവിടെ 2 ഡോട്ടും ഇവിടെയും 2 ഡോട്ട് ഞാൻ ഇട്ട് കൊടുക്കും. ഇതെല്ലാം പെരിഫറി ഒന്ന് ഡാർക്കൻ ചെയ്ത് കൊടുക്കാനാണ്. എന്നിട്ട് പിന്നെ ഈ ജോ വരുമ്പോൾ ഇവിടെ കണ്ടോ, ഈ ചെവിയുടെ തൊട്ട് മുമ്പിലായിട്ട് ഒരു ഡോട്ട് ഇട്ടിട്ട് ഈ അതിർത്തിയിൽ കൊണ്ടുവന്നിട്ട് നമ്മൾ വരയ്ക്കും. ഇതാ, എന്നിട്ട് ഇവിടെ കൊണ്ടുവന്ന് നിർത്തണം. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്ന ചിൻ ചെറുതാവും. അപ്പം ചിൻ എപ്പോഴും ലോങ് ആയിട്ടിരിക്കുന്നതാണ് നല്ലത്. എനിക്ക് ഈ കഴിഞ്ഞ കുറച്ച് വർഷത്തിൽ ഇത് ചെറുതായതായിട്ട് തോന്നിയിട്ടുണ്ട്. അത് വെയിറ്റ് ലോസും വോളിയൂം ലോസും കൊണ്ടാണ്. ഇത്രേ ഉള്ളൂ. ഇനി ഇതൊന്ന് ഡ്രൈ ചെയ്യാൻ, അധികം ഡ്രൈ ആവരുത്, ഒരു മീഡിയം ഡ്രൈ ആയി കഴിയുമ്പോൾ ഒരു ബ്രഷ് എടുക്കുക. എൻ്റെ മേക്കപ്പ് ബൈ മാരിയോയുടെ ബ്രഷ്, അത് ഏത് ബ്രഷ്, ഒരു ആംഗിൾഡ് ആയിട്ടുള്ള ബ്രഷ് ആണെങ്കിൽ ഇതിങ്ങനെ വെച്ചിട്ട് ഇത് പ്രസ് ചെയ്ത് കൊടുക്കണം. ഞാൻ ഓരോന്നായിട്ടായിട്ട് ഇടുക. അതെങ്ങനെ ഇരിക്കുന്നത് അനുസരിച്ച് അതിൻ്റെ റിലേഷൻഷിപ്പിലാണ് ഞാൻ അടുത്ത പ്രോഡക്റ്റ് ഇടുക. അപ്പോൾ ഇത് താഴേക്ക് വലിക്കുക. ഇത് എന്തിനാന്ന് വെച്ചാൽ ഈ ഡബിൾ ചിഹ്നുണ്ടെങ്കിൽ, ഇവിടെ ഫാറ്റ് ഉണ്ടെങ്കിൽ അത് കുറച്ചൊന്ന് ഒബ്വിയസ് അല്ലാണ്ടാക്കും. ഒന്നും ഡിസപ്പിയർ ആവില്ല, പക്ഷെ ഒബ്വിയസ് അല്ലാതെ ഓവറോൾ ഫേസ് എടുക്കുമ്പോൾ കുറച്ചൊരു ഷാർപ്പ് ജോ ഒക്കെ ഉള്ളതുപോലെ തോന്നും. ഇനി ഇത് ഞാൻ ബ്ലെൻഡ് ചെയ്യണത് ഇതിൻ്റെ അറ്റം ഇങ്ങനെ ഫ്ലാറ്റായി പിടിക്കും. എനിക്ക് ഒത്തിരി ബ്രഷ് എടുക്കാൻ മടിയാണ്, കാരണം ഒത്തിരി ബ്രഷ് എടുത്തു കഴിഞ്ഞാൽ അതെല്ലാം പിന്നെ കഴുകണം. കോണ്ടൂർ എപ്പോഴും കൂൾ ടോൺ ആണ്, കാരണം ഷാഡോ അല്ലേ ക്രിയേറ്റ് ചെയ്യണേ. ബ്രോൺസർ എപ്പോഴും വാം ടോൺ ആണ്. ഷീഗ്ലാമിൻ്റെ ആണ്. ഞാൻ അതിന് തൊട്ട് മുകളിലായിട്ട് ഒരു വര, ഇത്രേ കൊടുക്കുള്ളൂ. ഒരു 2 ഷെയ്ഡ് ഡാർക്കർ ആയിരിക്കണം. ഇവിടെയും 2 ഡോട്ട് ഇട്ട് കൊടുക്കും. അത്രേ ഞാൻ ബ്രോൺസർ കൊണ്ട് ചെയ്യുള്ളൂ. ബ്രോൺസർ അധികം നമുക്ക് വേണ്ട. നമുക്ക് വി ആർ ബ്ലെസ്ഡ്, ദ്രവിഡിയൻ റേസിലുള്ളവർക്ക് വി ആർ ബ്ലെസ്ഡ് വിത്ത് ഷാർപ്പ് ഫീച്ചേഴ്സ് ആൻഡ് കൈൻഡ് ഓഫ് നാച്ചുറലി ബ്രോൺസ് ലുക്ക്. അപ്പോൾ അധികം വേണ്ട, കുറച്ച് ഈ പെരിഫറി ഒന്ന് ഷെയ്ഡ് ചെയ്ത് കൊടുക്കണം എന്ന് മാത്രമേ നമുക്ക് ആഗ്രഹമുള്ളൂ. നോസ് ഒന്നും കൂടെ നമുക്ക് വേണമെങ്കിൽ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. അപ്പം ബ്രോൺസറും കോണ്ടൂറും. അപ്പം ബ്രോൺസർ വോംത്ത് വന്നു, കോണ്ടൂർ നമുക്ക് ഫീച്ചേഴ്സ് ഷാർപ്പാക്കി. പിന്നെ ബ്ലഷ്. അപ്പോൾ ബ്ലഷ് ഞാൻ ഉപയോഗിക്കാൻ പോണത് സാധാരണ എവറി ഡേ ലുക്കാണ്, അത് ന്യൂഡ് ലുക്കാണ്. ഐ മാച്ച് മൈ ബ്ലഷ് ടു വാട്ട് ഐ എം വെയറിങ്. സാധാരണ ലൈറ്റ് കളേഴ്സ് ആണ് ഇടണമെങ്കിൽ ബ്രൈറ്റ് ബ്ലഷ് ഇടും. അതോ ഒരു ന്യൂഡ് ലുക്ക്, ഇപ്പം ഇതിൽ ബ്രൗൺ ഒക്കെ ഉണ്ട്, ന്യൂഡ് ലുക്ക് ആണെങ്കിൽ ഞാനൊരു ന്യൂഡ് ബ്ലഷ്. ഇത് മോർഫിയുടെ പാലറ്റ് ആണ്. ഇത് പുതിയതായിട്ട് അവർ റിലീസ് ചെയ്തതാണ്. ഇതേ ബ്രഷ് കൊണ്ട് തന്നെ ആദ്യം നമ്മൾ ക്രീം ഇടും. ആ ബ്രോൺസർ ഇട്ടതിൻ്റെ തൊട്ട് പാർഷ്യലി അതിൻ്റെ മുകളിലും പിന്നെ അതിന് തൊട്ടും മുകളിലുമായിട്ടാണ് നമ്മൾ ക്രീം ഇട്ട് കൊടുക്കുക. അപ്പം ഒന്നിനും ഷാർപ്പ് ലൈൻ ഉണ്ടാകാൻ പാടില്ല. നമ്മൾ നാച്ചുറലായിട്ട് ഒരു ആപ്പിൾ ചീക്സ്, എന്താ പറയുക, ആപ്പിൾ പോലത്തെ ചുവന്ന അല്ലെ തക്കാളി പോലത്തെ ചുവന്ന കവിളെന്നൊക്കെ പറയുമ്പോൾ അതിന് ബൗണ്ടറീസ് ഒന്നും ഉണ്ടാവില്ലല്ലോ. ഒരു ഹെൽത്തി ലുക്കാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ബ്ലഷ് ചെയ്യുമ്പോൾ നമുക്ക് അതായത് നല്ല രക്തസ്രാവം ഉണ്ട് മുഖത്തേക്ക്. അങ്ങനെ വരുമ്പോൾ ഒരു ബ്രൈറ്റ്നെസ്, ഒരു ഷെയ്ഡ് ഓഫ്, നമുക്ക് ശരിക്കും റെഡ് ഒന്നും വരില്ല നമ്മുടെ ഷെയ്ഡിൽ, പക്ഷേ നല്ല വെളുത്തവർക്കാണ്, കൊക്കേഷ്യൻസിനൊക്കെ വരുള്ളൂ. പക്ഷേ നമുക്കൊരു ബ്ലഷ്ഡ് ലുക്കൊക്കെ വരാം. അത് ശരിക്കും ഹെൽത്ത് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഹെൽത്തി സ്കിൻ ഇസ് ലൈക്ക് ഒരു ആരോഗ്യവതിയായ ഒരു സ്ത്രീ ആണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അത് പുരുഷനാണെന്ന്, ഇപ്പോൾ നിങ്ങൾ പുരുഷനാണ് ഇടുമെങ്കിൽ അത് തന്നെയാണ് ഉദ്ദേശം. മുകളിലായിട്ട് നമ്മൾ പൗഡർ ഇട്ട് കൊടുക്കും. അപ്പം ഈ പാലറ്റിൽ 2 ഉണ്ട്. പൗഡർ ഇടുന്നത് എന്താണെന്ന് വെച്ചാൽ പൗഡർ ഇട്ട് കഴിഞ്ഞാൽ ഇത് അനങ്ങില്ല. ക്രീം എപ്പോഴും
പെട്ടെന്ന് ഡിസപ്പിയർ ആവും. അപ്പോൾ പൗഡർ ഇട്ട് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇത് ഫുൾ ഡേ വർക്ക് ഡേ നമുക്ക് ലാസ്റ്റ് ചെയ്യും. ഞാൻ കുറച്ച് മൂക്കിൻ്റെ അറ്റത്ത് ഇട്ട് കൊടുക്കും കേട്ടോ. പിന്നെ കോൺടോറ് നമ്മൾ സാധാരണ പൗഡറിൽ ഇടാറില്ല, ബ്രോൺസർ ഇട്ട് കൊടുക്കാറുണ്ട്. അപ്പോൾ ബ്രോൺസർ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഫെൻറ്റിയുടെ ബ്രോൺസറാണ്. അതേ 2 ഷെയ്ഡ് ഡാർക്കർ എടുത്തിട്ട് ഇവിടെ മാത്രം ഞാൻ ആ കോൺടൂർ ഇല്ലേ അതിന് മുകളിലായിട്ട് കൊടുത്തിട്ട് പിന്നെ ഈ ഫോർഹെഡിലും കുറച്ച് മുടിയുടെ ബൗണ്ടറിയിലേക്ക് ബ്രോൺസ് ഇട്ട് കൊടുക്കും. ചില സമയത്ത് ഇത് ഇത്തിരി ഡാർക്ക് ആവണമെന്ന് വെച്ചാൽ ഇതിൻ്റെ മുകളിൽ ഞാൻ ആ ബ്രോൺസർ തന്നെ ചെയ്ത് കൊടുക്കും. ചിലർ കോൺടൂർ ഇവിടെ ചെയ്യാറുണ്ട്, പക്ഷെ ഞാനത് ചെയ്യാറില്ല. എനിക്ക് ഇത്രയും മതി, ഈ 4 പോയിന്റ്, അതായത് ഇവിടെ 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 ഇത്രയും മാത്രമേ ഞാൻ കോൺടൂറുകൾ. ദാറ്റ്സ് ഇറ്റ്, അത്രേ ഉള്ളൂ. ഇതാണ് ബേസിക് ആയിട്ടുള്ള ഐഡിയ. ഇവിടെയാണ് ഞാൻ കോൺടൂറുകൾ കണ്ടോ. അപ്പം സെൻറ്റർ ഇപ്പം നമ്മൾ ബ്രൈറ്റായി, പെരിഫറിയൊക്കെ ഒന്ന് ഒരു ഷാർപ്പായി. ഇനി നമ്മൾ ഹൈലൈറ്ററോ കൺസീലറോ ഒക്കെ ഇടുമ്പോൾ ഈ സെൻറ്റർ ഒന്ന് ബ്രൈറ്റ് ആവും കമ്പയർഡ് ടു ദ പെരിഫറി. അത് അടുത്ത വീഡിയോയിൽ ചെയ്യും.